സപ്തമാതൃക്കളിൽ ആറാമതായി വരുന്നത് ഇന്ദ്രാണിയാണ്. ദേവേന്ദ്രന്റെ ശക്തിയുടെ ദേവീരൂപമാണ് ഇന്ദ്രാണി. ഐശ്വര്യത്തിനായി ഇന്ദ്രാണിയെ പൂജിക്കാം. ചുവന്ന പൂക്കളാണ് ആരാധനയ്ക്ക് ഉത്തമം. ഓം ഇന്ദ്രാണിയെ നമ എന്നുള്ള മന്ത്രമാണ് ആരാധനയ്ക്ക് ജപിക്കുന്നത്. രാമായണത്തിലെ ഏറ്റവും മനോഹരമായ ഭാഗമാണ് സുന്ദരകാന്ഡം. ഹനുമാൻ ഒരു വിശ്വരൂപിയായി വളരുന്നത് ഇവിടെയാണ്. നിരവധി പരീക്ഷണങ്ങൾ കടന്നാണ് ഹനുമാന്റെ സമുദ്രലംഘനം. കളകാഞ്ചി വൃത്തത്തിന്റെ ചടുലത നിറഞ്ഞ ഹൃദ്യമായ വരികൾ കേൾക്കാം ഇനി. സകല ശുകകുല വിമല തിലകിത കളേബരേ സാരസ്യ പീയൂഷ സാര സർവസ്വമേ കഥയ മമ കഥകളതി സാദരം കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതിവര കിളിമകളോടതി സരസമിതി രഘുകുലാധിപൻ കീർത്തി കേട്ടിടുവാൻ ചോദിച്ചനന്തരം കളമൊഴിയുമഴകിനോടു തൊഴുതു ചൊല്ലിയിടിനാൾ കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ ഹിമശിഖരി സുതയൊടു ചിരിച്ചു ഗംഗാധരൻ എങ്കിലോ കേട്ടുകൊള്ളുന്നരുളി ചെയ്തു. സമുദ്രലംഘനം. ലവണജലനിധി ശതകയോജനാ വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി മനുജ പരിവൃഢ ചരണ നളിനയുഗളം മുദാ മാനസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം കപിവരരോടമിത ബലസഹിതം ഉരചെയ്തിതു കണ്ടുകൊള്ളിൻ നിങ്ങളെങ്കിൽ എല്ലാവരും മമ ജനക സദൃശനഹമതി ചപലമംബരെ മാനേന പോകുന്നിദാശരേശാലയേ അജതനയ ശരസമധിക സാഹസാൽ അദ്യൈവ പശ്യാമി രാമപത്നീമഹം അഖില ജഗദധിപനുടു വിരവോടറിയിപ്പനിങ്ങദ്യ കൃതാർത്ഥനായേൻ കൃതാർത്ഥോസ്മ്യഹം പ്രണതജന ബഹുജനന മരണ ഹരനാമകം പ്രാണ പ്രയാണകാലേ നിരൂപിപ്പവൻ ജനിമരണ ജലനിധിയെ വിരവൊടു കടക്കുമ ജന്മനാ കിം പുനസ്തസ്യ ദൂതോസ്മ്യഹം തദനു മമ ഹൃദി സപതി രഘുപതിരനാരതം തസ്യാംഗുലീയവുമുണ്ടു ശിരസി മേ കിമപി നഹി ഭയമുദധി സപതി തരിതും നിങ്ങൾ കീശപ്രവരരെ ഖേദിയായി ഗേതുമേ ഇതി പവനതനയൻ ഉരചെയ്തു വാലും നിജമേറ്റം ഉയർത്തി പരത്തി കരങ്ങളും അതിവിപുലകളതലവും ആർജവമാക്കി നിന്നാകുഞ്ചിതാംഘ്രിയായി ഊർധ്വനയനായി ദശവദനപുരിയിൽ നിജഹൃദയവും ഉറപ്പിച്ചു ദക്ഷിണദിക്കുമാലോക്യ ചാടിയിടിനാൻ രാമ 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 പാഹി മാം.